ശ്രേയ ഘോഷാലിനും മേലെ ഇന്ത്യയിലെ ഏറ്റവും ധനികയായ ഗായികയെ അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും ധനികയായ ഗായിക ആരെന്ന് ചോദിച്ചാൽ ശ്രേയ ഘോഷാലിന്റെയോ സുനീതി ചൗഹാന്റെയോ പേരാകും നിങ്ങളുടെ മനസ്സിലെത്തുക. എന്നാൽ ഇവർക്കൊക്കെ മുകളിൽ ഒരു ഗായികയുണ്ട്. ഇന്ത്യൻ സിനിമയിൽ പിന്നണി ഗാനശാഖയിലെ താരങ്ങൾ വെള്ളിത്തിരയിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പമോ അതിലും അപ്പുറമോ ജനപ്രീതിയുള്ളവരാണ്. ഒരു പാട്ടിന് ലക്ഷങ്ങളും കോടികളും വരെ പ്രതിഫലം പറ്റുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ പലരും അതിസമ്പന്നരുമാണ്. എന്നാൽ ഇന്ത്യയിലെ പിന്നണി ഗായികമാരിൽ ഏറ്റവും ധനിക ആരെന്നറിയുമോ? ഇന്ത്യയിലെ ഏറ്റവും ധനികയായ ഗായിക ആരെന്ന് ചോദിച്ചാൽ ശ്രേയ ഘോഷാലിന്റെയോ സുനീതി ചൗഹാന്റെയോ പേരാകും നിങ്ങളുടെ മനസ്സിലെത്തുക. എന്നാൽ ഇവർക്കൊക്കെ മുകളിൽ ഒരു ഗായികയുണ്ട്. അതെ, ഇന്ത്യയിലെ ഏറ്റവും ധനികയായ ഗായിക തുളസി കുമാറാണ്. ഏകദേശം 200 കോടിയുടെ ആസ്തിയാണ് ഗായികയ്ക്കുള്ളത്. 34കാരിയായ തുളസി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹിറ്റ് ഗാനങ്ങളുടെ വിജയപാതയിലാണ്. എന്നാൽ അവരുടെ പ്രധാന വരുമാനം പാടുന്നതിന് പ്രതിഫലമായി കിട്ടുന്ന തുകയല്ലെന്ന് മാത്രം. കുടുംബ ബിസിനസ്സാണ് തുളസി കുമാറിന്റെ ആസ്തിക്ക് പിന്നിൽ. ടി സീരീസിന്റെ സ്ഥാപകൻ ഗുൽഷൻ കുമാറിന്റെ മകളാണ് തുളസി. കമ്പനിയിൽ തുളസിയും പങ്കാളിയാണ്. അതുവഴിയാണ് ഗായികയുടെ സമ്പത്ത് ഉയർന്നത്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും അധികം ആരാധകരുള്ള ഗായിക ശ്രേയ ഘോഷാലാണ്. ധനികരായ ഗായികമാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് ശ്രേയ. ഏകദേശം 185 കോടി രൂപയാണ് ശ്രേയയുടെ ആസ്തി എന്നാണ് റിപ്പോർട്ട്. ഏറ്റവും ധനികരായ ഗായികമാരുടെ പട്ടികയിൽ 3ാം സ്ഥാനത്ത് 100 കോടിയുടെ ആസ്തിയുമായി സുനീതി ചൗഹാനാണ്. ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെയാണ് സമ്പത്തിന്റെ കാര്യത്തിൽ പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ളത്. 80 കോടിയുടെ ആസ്തിയാണ് അവർക്കുള്ളത്. ഇതിനു താഴെയാണ് നേഹ കക്കർ മുതൽ ഷാൽമാലി ഗോൽഗഡെ വരെയുള്ള യുവ ഗായികമാരുടെ സ്ഥാനം. എന്നാൽ ധനികരായ ഗായകരുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ താഴെയാണ് ഗായികമാരുടെ സ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ ഗായകൻ AR റഹ്മാനാണ്. 1728 കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി.